ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടിട്ട് ഒരു ബെൻഡ് എഫക്റ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എക്സ് ടൈപ്പ് റീൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ട്യൂട്ടോറിയലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. കാരണം ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുള്ള ഒരു ബെൻഡ് എഫക്റ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ മേക്ക് ചെയ്യുന്നത് 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ക്യാപ്കട്ടും പിന്നെ 2 അലൈൻ മോഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അലൈൻ മോഷനിൽ മാത്രം തന്നെ നമുക്ക് ഇത് ഈസിയായി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ക്യാപ്കട്ടിലേക്ക് ചെയ്യാൻ കാരണം ഈ ഒരു അലൈൻ മോഷൻ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ എഡിറ്റ് കാര്യങ്ങളൊന്നും അറിയാത്തവരായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവർ. നമ്മൾ കൂടുതൽ നമ്മുടെ വീഡിയോസിൽ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാപ്കട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം അലൈൻ മോഷൻ തീരെ ഒരു ടച്ച് ഇല്ലാത്തവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു തലകുത്തിമറിയിലെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ തന്നെ ക്യാപ്കട്ട് കൂടി ഞാനിവിടെ ഇതിൽ ബാക്കി ചെയ്യുന്നത് ക്യാപ്കട്ട് ആക്കി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു അലൈൻ മോഷൻ എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർ ആ ഒരു അലൈൻ മോഷൻ മാത്രം വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 3 വീഡിയോ ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വീഡിയോ ക്ലിപ്പിൽ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പിലേക്കാണ് നമ്മൾ ആ ഒരു ബെൻഡ് എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പിലാണ് ഒരു സൈൻ ബോർഡ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിവിലായിട്ട് കാണിച്ചു തന്നുള്ള വീഡിയോ ഒരു സൈൻ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു സൈൻ ബോർഡ് അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്യാപ്കട്ട് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ബെൻഡ് ചെയ്യേണ്ട ഒരു വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് ആ ഒരു എന്താ പറയുക സൈൻ ബോർഡിന് ബെൻഡ് വരേണ്ടത് അവിടേക്ക് നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുപോയിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ നിങ്ങൾ ഫിൽ സ്ക്രീൻ ആക്കി കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വൈറ്റ് ലൈൻ അവിടെ നീക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഒരു അടയാളം മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ ആ ഒരു വൈറ്റ് ലൈൻ അവിടെ വെക്കുന്നത് അവിടെ വെച്ചിട്ട് ഒന്ന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 2 പോർഷൻ ആക്കി മാറ്റുക ആ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള ഒരു ഇമേജ് ഈ ആ ഒരു സൈൻ ബോർഡ് നമ്മൾ അവിടെ റിമൂവ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ നമ്മളൊരു AI ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ക്രോമിൽ നിങ്ങൾ അഡോബ് ഫയർഫ്ലൈ സെർച്ച് ചെയ്താൽ എനിക്ക് കാണുന്നത് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവും. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾ സൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ജനറേറ്റ് ടു ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ ഇറേസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ബോർഡ് നിങ്ങൾ ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ കാര്യം. പക്ഷെ ചില പേർക്ക് ഇത് അതിന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമെയിൽ സൈൻ ചെയ്തുള്ളത് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ഇമെയിൽ വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ലോഗിൻ അയക്കാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിലേക്ക് ഈ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു അഡോബ് ഫയർഫ്ലൈ യൂസ് ചെയ്യാൻ പറ്റും. ഇതേമാതിരി റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് പിന്നെ അവിടെ കറക്റ്റ് ആ ഒരു സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇറേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും. ആ ലോഡിംഗ് അവിടെ ഫിനിഷിംഗ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സൈൻ ബോർഡ് നമുക്ക് അവിടെ റിമൂവ് ചെയ്ത് കിട്ടും. എന്നിട്ട് നിങ്ങൾ നേരത്തെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങളുടെ ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ റിമൂവ് ചെയ്ത ഇമേജ് ഇപ്പോൾ അവിടെ സെറ്റ് ആയി. അപ്പോൾ ഇനി അടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് തന്നെ കറക്റ്റ് നമുക്ക് ഇനി ഒരു സൈൻ ബോർഡ് മാത്രമായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഈ സൈൻ ബോർഡ് മാത്രമായിട്ട്. അപ്പോൾ അതിന് ഒരു ഫോട്ടോ റൂം ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിൽ അതുപോലെ iOS അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് സ്റ്റോറിൽ ഈ കാണുന്നതാണ് ഒരു ആപ്ലിക്കേഷൻ ഫോട്ടോ റൂമിൽ. അപ്പോൾ ഇത് നിങ്ങൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മേലത്തെ ട്രാൻസ്പെറന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രീൻഷോട്ട് ഇമേജ്. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല പക്ക നീറ്റിലായിട്ട് നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഇത് നിങ്ങൾ നേരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങളുടെ ഗാലറിക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബെൻഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് ഇനി ഒരു ബെൻഡിങ്ങിന്റെ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ അലൈൻ മോഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ iPhone ആണ്. അപ്പോൾ iPhoneൽ നമുക്ക് അലൈൻ മോഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഒരു വാട്ടർമാർക്ക് ഇല്ലാത്ത രീതിക്ക് ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആൻഡ്രോയിഡ് യൂസേഴ്സ് ഉണ്ട് വെച്ചാൽ അവർ അവരുടെ ക്രാക്ഡ് വേർഷൻ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവർക്ക് ഈ ഒരു സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ബെൻഡിങ്ങിന്റെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരിൽ പലരും iOS യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ iOS യൂസേഴ്സ് ഞാൻ ചെയ്യണ ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഫോളോ അപ്പ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് അലൈൻ മോഷന്റെ ക്രാക്കഡ് കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ടാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു അലൈൻ മോഷനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരു ആൻഡ്രോയിഡ് യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ആൻഡ്രോയിഡ് യൂസേഴ്സ് അവരുടെ മോഡോ അല്ലെങ്കിൽ ക്രാക്കഡ് വേർഷൻ ആയിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാപ്കട്ട് യൂസ് ചെയ്യാതെ നിങ്ങൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻഡ്രോയിഡ് യൂസേഴ്സിൽ തന്നെ ഈ ഒരു അലൈൻ മോഷനെ പറ്റിയിട്ട് എഡിറ്റ് കാര്യങ്ങളൊന്നും അറിയാത്തവർ ഞാൻ ചെയ്യുന്ന ഈ കറക്റ്റ് സ്റ്റെപ്പിനെ നിങ്ങൾ അതിലും ഫോളോ അപ്പ് ചെയ്താൽ മതി.
അപ്പോൾ ഞാനിവിടെ ഒരു ബെൻഡിങ്ങിൻ്റെ എഫക്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ എൻ്റെ അലൈറ്റ് മോഷൻ മോഡ് കാര്യങ്ങളൊന്നും അല്ല, സാധാ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അലൈറ്റ് മോഷനാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 9:16 റേഷ്യോയിൽ ഞാൻ അതിൻ്റെ FPS കാര്യങ്ങളൊക്കെ 60 FPS മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലത്തെ റെസൊല്യൂഷൻ ഞാൻ 1080 ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ക്രിയേറ്റീവ് പ്രൊജക്റ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് അവിടെ കാണിക്കും. എന്നിട്ട് താഴത്തെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ഷേപ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊരു ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഒരു സ്ക്വയർ ഷേപ്പ്. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഞാൻ സ്ക്രീൻ കാണിച്ചു തന്നിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഷേപ്പ് നിങ്ങൾ മാക്സിമം ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ കളർ ഫില്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഷേപ്പിന്റെ കളർ നിങ്ങൾ ഒരു ഗ്രീൻ കളർ ആക്കി കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് അതിലെ മീഡിയയിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സൈൻ ബോർഡിന്റെ ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ടൂൾ ബോക്സിലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഇപ്പോൾ എൻ്റെ iOS ആയതുകൊണ്ട് എനിക്ക് ഇതിൽ വാട്ടർമാർക്ക് ഉണ്ട് അലൈറ്റ് മോഷൻ. അപ്പോൾ അലൈറ്റ് മോഷന് വാട്ടർമാർക്കിന്റെ മേലെ കൂടെ ആവരുത്. ഈ ഒരു നമ്മുടെ സൈൻ ബോർഡിക്ക് നമ്മളവിടെ ഇങ്ങനെ വളക്കുമ്പോൾ ആ ഒരു വളക്കാനുള്ള ഗ്യാപ്പ് കൂടി നിങ്ങൾ അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു അലൈറ്റ് മോഷന്റെ വാട്ടർമാർക്കിലാണ് കുറച്ചും ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കിയിട്ടാണ് ഞാൻ ഇതിലൂടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. എന്നിട്ട് ആ ഒരു സൈൻ ബോർഡിന്റെ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ ആഡ് എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൈഡിലായിട്ട് കാണാൻ ഡിസ്റ്റോർഷൻ ആൻഡ് വാർപ്പ് എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് മോഡൽസ് കാണിക്കും. അത് നിങ്ങൾക്ക് മേലായിട്ട് കാണാം ബെൻഡ് എന്നുള്ളൊരു എഫക്റ്റ്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന് താഴത്തെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഓപ്ഷനോട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ അതിൽ ഏറ്റവും മേലായിട്ട് കാണാൻ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ടോപ്പ് എന്നുള്ളത് ഓപ്ഷൻസ്. അതിലെ ബോട്ടം എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നല്ലതൊക്കെ മേൽഭാഗം മാത്രമായിട്ട് കർവ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ബാക്കിയുള്ളതൊക്കെ ഓരോ ടൈപ്പ് കർവിന്റെ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുക എന്താ സംഭവം എന്നുള്ളത്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റ് ലൈൻ നിങ്ങൾ നേരെ കൊണ്ടുപോയി വെക്കുക നമ്മളൊരു സൈൻ ബോർഡിന്റെ ലെയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കീ ഫ്രെയിമിന്റെ ഒരു ഓപ്ഷൻ അവിടെ ഇനേബിൾ ആയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ അതിന് താഴത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ഫ്രണ്ടിൽ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് കീ ഫ്രെയിം ഓൺ ആവും. എന്നിട്ട് നിങ്ങൾ അവിടെ കീ ഫ്രെയിം അവിടെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആ വൈറ്റ് ലൈൻ നിങ്ങൾ ഫ്രണ്ടിലേക്ക് നീക്കി കൊണ്ടുപോവുക. ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബെൻഡ് എവിടെ നിന്നാണ് അടുത്ത ബെൻഡിക്ക് പോകേണ്ടത് ആ ഒരു ഐഡിയ നിങ്ങൾ വെച്ചിട്ട് ആ ഒരു വൈറ്റ് ലൈൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് അവിടെ വെച്ച് നിങ്ങൾ അതിന്റെ താഴത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണാൻ നിൽക്കുക. ആദ്യത്തെ താഴത്തെ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈപ്പിലായിട്ട് കർവ് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾ അതിലേക്ക് കർവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ ഒരു കീ ഫ്രെയിമിൽ നിങ്ങൾ ഒരു സൈഡ് ബെൻഡ് കൊടുക്കുക, പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കുക വൈറ്റ് ലൈന്. അവിടെ വെച്ച് നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ബെൻഡ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ബെൻഡ് ആഡ് ചെയ്യണത്. അപ്പോൾ ഗൈസ് ഞാൻ കീ ഫ്രെയിം ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഒരു സൈൻ ബോർഡിന് അവിടെ ബെൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ആ ബെൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇത് നേരെ നിങ്ങളുടെ ഗാലറിക്ക് അവിടെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ടാസ്ക് വരിക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് മോഡ് ആപ്ലിക്കേഷൻ ഒന്നെങ്കിൽ സുഖമായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. പക്ഷേ iOS യൂസേഴ്സിന് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആഡ് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എത്ര 1, 2, 3 തവണ ആയിട്ടുള്ളത് പറ്റും. നിങ്ങളൊരു ആഡ് കണ്ടിട്ട് നിങ്ങളുടെ ഗാലറിക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇനി നിങ്ങളുടെ അത് കഴിഞ്ഞിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഫോണിൽ നിങ്ങൾ അലൈറ്റ് മോഷൻ കയറ്റിയിട്ട് നിങ്ങളത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു അൺലോക്ക്ഡ് വേർഷൻ ആയിട്ടുള്ള അലൈറ്റ് മോഷന്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ടെലഗ്രാം ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ബെൻഡ് ചെയ്യാന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഇനി നമ്മൾ അടുത്ത CapCut ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ CapCut ആപ്ലിക്കേഷനിലേക്ക് തന്നെ വന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാനൊരു അലൈറ്റ് മോഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ സ്ക്രീൻ ആക്കിയിട്ട് മോഡലിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം താഴത്തെ ടൂൾ ബോക്സിലെ ക്രോപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു അലൈറ്റ് മോഷന്റെ വാട്ടർമാർക്കും പിന്നെ ഒരു ഫോട്ടോ റൂമിന്റെ വാട്ടർമാർക്കും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് അവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ ക്രോമാക്കി സെലക്ട് ചെയ്തിട്ട് ആ ഗ്രീനിലേക്ക് ആ പോയിന്റിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എവിടെ വെച്ചിട്ടാണ് അത് കറക്റ്റ് നീറ്റായിട്ട് ഗ്രീന് പോകുന്നത് അതിനനുസരിച്ചിട്ട് അതിന് അഡ്ജസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒറിജിനൽ വീഡിയോ ക്ലിപ്പിന്റെ ഒരു സൈൻ ബോർഡിന്റെ സൈസ് അനുസരിച്ച് കറക്റ്റ് പക്ക നീറ്റിൽ നിങ്ങൾ അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഗൈസ് ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ രംഗണന്റെ ഒരു എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും ബാക്കിൽ നിന്ന് അങ്ങോട്ട് കൂടി നോക്കുന്നത്. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് ബാക്കിൽ നിന്ന് നമുക്ക് ഇനി ഒരു ഒറിജിനൽ വീഡിയോ അത് റിമൂവ് ചെയ്ത് കളയണം, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബോർഡിന്റെ വീഡിയോ. അപ്പോൾ അതിനായി നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഒരു അഡോബ് ഫയർഫ്ലൈയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അത് മറ്റേ വീഡിയോയും ഇതിന്റെ വീഡിയോന്റെ സൈസ് ഒരേ പോണ രീതിക്ക് നിങ്ങളൊന്ന് സൂം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അല്ലാതെ ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ക്രോപ്പാണ് ചെയ്തത്. ക്രോപ്പ് ചെയ്തിട്ട് പിന്നെ കറക്റ്റ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ബോർഡ് മാത്രമായിട്ട് അവിടെ കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ആ ഒരു ഗ്രീൻ സ്ക്രീൻ ആക്കിയിട്ടുള്ള വീഡിയോന്റെ സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മുടെ അഡോബ് ഫയർഫ്ലൈയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ റീപ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ അവിടേക്ക് നിങ്ങൾ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് ഭാഗം നമുക്ക് അവിടെ ആവശ്യമുണ്ട്. കാരണം ആ ഒരു ബെൻഡിങ് വരുന്നതിന് മുമ്പേ ബെൻഡിങ് അല്ലാതെ ഇങ്ങനെ സ്റ്റാൻഡായി നിൽക്കണം, അവിടേക്ക് നമുക്ക് ചെറിയൊരു പഞ്ചിന്റെ എഫക്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി വരാനൊരു ഗ്യാപ്പ് നിങ്ങൾ അവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ സെലക്ട് ചെയ്തിട്ട് ഒരു പഞ്ചിങ്ങിന്റെ ഒരു ഓവർലേ ഇമേജ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓവർലേ ആക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ആ ഒരു പഞ്ചിന്റെ ആ ഒരു ഓവർലേ ഇമേജ് നിങ്ങൾ സൈൻ ബോർഡ് ഏത് ഭാഗത്തേക്കാണോ കർവ് ചെയ്ത് പോകണം അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓവർലേ ഇമേജിന്റെ നമ്മുടെ ഒരു പഞ്ച് ചെയ്യുന്നതിന്റെ ഓവർലേ ഇമേജിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ ആ ഒരു ബെൻഡ് വരുന്നതിന്റെ മുമ്പേ നിങ്ങൾ ആക്കി കൊടുക്കുക അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ അതിന് എൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബെൻഡ് ആവണതിന്റെ അങ്ങോട്ട് നിങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ എൻഡിങ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ സ്റ്റാർട്ടിങ് ബെൻഡ് ആവണതിന്റെ മുമ്പേ എൻഡിങ് വരുന്നത് ബെൻഡ് ആവണതിന്റെ തുടക്കത്തിൽ. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ആദ്യം നമ്മളിങ്ങനെ സാധനം ഇടിക്കുമ്പോൾ ആദ്യം തന്നെ അളകിയിട്ട് ഇടിക്കില്ലല്ലോ, അപ്പൊ അളകാതെ ഇടിച്ചിട്ട് അളകണ ആ ഒരു ടൈപ്പ് നിങ്ങൾ ആക്കി കൊടുക്കുക. ഇനി ഇതൊക്കെ ഡീപ്പാക്കി പറയാൻ എനിക്കറിയില്ല. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ഓവർലൈൻ്റെ നടുവിലും അതിന്റെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ നടുവത്തെ കീ ഫ്രെയിം പറയുന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു പഞ്ച് ചെയ്യുന്നത് ആ ഒരു സൈൻ ബോർഡിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. പിന്നെ അതിന്റെ സ്റ്റാർട്ടത്തെ എൻഡിങ് സൈൻ കീ ഫ്രെയിമിൽ നിങ്ങൾ ആ ഒരു ഹാൻഡ് നമ്മളൊരു വീഡിയോ സൈഡിലേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ ഒരു ഹാൻഡ് നേരെ സൈൻ ബോർഡ് നമുക്ക് പഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ബെൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് ഇനി ഒരു ചെറിയൊരു സൗണ്ട് എഫക്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും കൂടി ഉണ്ട്. അപ്പൊ സൗണ്ട് എഫക്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾ സൗണ്ട് എഫക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആ സൗണ്ട് എഫക്റ്റ് കൂടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെൻഡിന്റെ ഒരു എഫക്റ്റ് ഇവിടെ മേക്കിംഗ് ഇവിടെ ഫിനിഷിംഗ് ആവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞൊരു ബെൻഡിങ്ങിന്റെ എഫക്റ്റ് മേക്ക് ചെയ്തെടുക്കാതെ മനസ്സിലായിട്ടുണ്ടായിരുന്നു വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തുപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.